നിയുക്ത മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മാതൃഭൂമി ന്യൂസിനോട് ചേരുന്നത്. നമസ്കാരം സർ. വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണല്ലോ. അപ്പം എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഇത്തവണത്തെ? ഇതൊക്കെ ജനങ്ങൾ നൽകുന്നൊരു അംഗീകാരത്തിൻ്റെ ഭാഗമാണ്. ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് പൂർണ്ണമായും നീതി പുലർത്തുക. എന്തൊക്കെയാണ് വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഒരു അന്തർദേശീയ പ്രാധാന്യമുള്ള ഒരു തുറമുഖ കേന്ദ്രം എന്നൊക്കെ അറിയാലോ. അപ്പോൾ തീരഭൂമിയിലാകുമ്പോൾ തീരഭൂമിയിലേതായ ചില പ്രാദേശികമായ ചില വിഷയങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികളുണ്ട്, ക്രൈസ്തവ സഭകളുണ്ട് രംഗത്ത്. അപ്പോൾ എല്ലാവരും അവരൊക്കെ കൂടി യോജിച്ചും അവരുടെ അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചും അവരുടെ കൂടി സഹകരണത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു പൊതുവായ നയം ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഗവർണർ കണ്ടുമുട്ടുന്ന ഒരു വേദിയിലെത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കുന്നത്? ഇതൊരു മഞ്ഞുരുകുന്ന ഒരു തീർച്ചയായിട്ടും മഞ്ഞുരുകണമല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു താൽക്കാലികമായി ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ചില സാഹചര്യങ്ങളാണ്. ഇപ്പോഴും സംഘർഷങ്ങൾ അങ്ങനെ ഒരു നിലനിൽക്കണമെന്ന് ഗവൺമെൻറ് ആരും ആഗ്രഹിക്കുന്നില്ല, മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ പറയുന്ന കാര്യത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ ഒരു ചാഞ്ചല്യം കാണിക്കുന്ന ആളല്ല. അങ്ങയുടെ പേഴ്സിൽ വർഷങ്ങളായി അമ്മയുടെയും സഹോദരൻ്റെയും 2 ഫോട്ടോ കൊണ്ട് നടക്കാറുണ്ട് എന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എത്ര കാലമായി? എന്തുകൊണ്ടാണ് അങ്ങനെ? ഇതാണ് എൻ്റെ അമ്മയുടെ ഫോട്ടോ. ഇവരെ എല്ലാ ദിവസങ്ങളിലും രാവിലെ കണ്ടില്ലേ, എഴുന്നേറ്റ് വന്ന് അവിടെ തൊഴും, യാത്ര പോകുമ്പം ഇവിടെ തൊഴും, രാത്രി വന്ന് കിടക്കുമ്പം തൊഴും, ട്രെയിനിനാണെങ്കിൽ ഇത് രാത്രി ഇങ്ങനെ തൊഴുത്. ഞാൻ പിന്നെ ഒരു പുസ്തകം അനുഭവിച്ചിട്ട് അങ്ങനെ ഒരു പതിവ് കുറേ കാലമായിട്ടുണ്ട്. അങ്ങൊരു നല്ല ഗായകൻ കൂടിയാണ്, അപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ നിമിഷമാണല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു പാട്ട്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഇപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. അനൂപിനൊപ്പം ആഷ്ലി ജോയ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.